സോഷ്യൽ മീഡിയയിലേറെ വിമർശനം നേരിട്ട വ്യക്തിയാണ് രേണു സുധി. അപവാദ പ്രചരണങ്ങൾ രേണു സുധിക്കെതിരെ ഉയരാറുണ്ട്. അത്തരത്തിൽ അപവാദ പ്രചരണം നടത്തിയ യൂട്യൂബർക്കെതിരെ പരാതി നൽകാൻ സ്റ്റേഷനിൽ പോയ രേണുവിന് പോലീസിൽ നിന്ന് നേരിട്ടത് മോശം അനുഭവം. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലാണ് യൂട്യൂബർക്കെതിരെ പരാതി നൽകാൻ രേണു എത്തിയത്. പോലീസ് പരാതിക്കാരനെ ന്യായീകരിച്ചെന്ന് രേണു പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും കരഞ്ഞുകൊണ്ടിറങ്ങി വരുന്ന രേണുവിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപവാദ പ്രചാരണം നടത്തിയ യൂട്യൂബറിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് രേണു പറയുന്നു. ഇവിടെ തീർക്കാൻ പറ്റില്ലെന്നും കോടതിയിൽ തീർക്കാനും പോലീസ് പറഞ്ഞതായി രേണു പറയുന്നു. വീഡിയോയിൽ വൾഗറായൊന്നും ഇല്ലെന്നുമാണ് പോലീസ് പറയുന്നതെന്നും രേണു പറഞ്ഞു. തന്റെ ഭൂതകാലത്തെക്കുറിച്ച് തുടർച്ചയായി വീഡിയോ ചെയ്യുന്ന വ്ളോഗർക്കെതിരെയാണ് രേണു തുറന്നടിച്ചത്. താൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും ആർക്കെന്താണ് പ്രശ്നമെന്നും ആരോപണത്തിൽ പറയുന്ന ആൾക്കും പ്രശ്നമില്ലെന്നും രേണു തുറന്നടിച്ചു. എന്റെ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും രേണു പറഞ്ഞു. പോലീസിന്റെ സമീപനത്തിൽ ഞെട്ടിപ്പോയെന്ന് വീഡിയോയിൽ രേണു പറയുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.